ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. സോ ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചത് വേറൊന്നും കൊണ്ടല്ല. ഈ വീഡിയോയ്ക്ക് പർട്ടിക്കുലർ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറേ തപ്പി കിട്ടിയില്ല. ഇതൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, റിയാക്ഷനായിട്ട് കാണാൻ പറ്റില്ല. ഇതൊരു സോങ് ലിസണിങ് ആണ്. നിങ്ങൾ നോർമലായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. കാരണം ഇതിൻ്റെ വീഡിയോ വന്നിട്ടില്ല. വീഡിയോ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ലിങ്ക് ആയിരിക്കും വരുന്നത്. സോ വേറെ പടമൊന്നുമല്ല, വാഴ. 2 പടം വന്നിട്ടുണ്ട്, വാഴ ആൻഡ് വാഴ. സോ രണ്ട് പടമാണ്. അത് വേറെ, അത് നമ്മളൊന്നും പറയുന്നില്ല, ഞാൻ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. വാഴ എന്ന് പറയുന്ന മൂവി കുറേ ഉണ്ട്. നമ്മൾ ഈ വാഴ കേട്ട് തുടങ്ങിയത് ഹാഷിർ എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ടാണ്. ബട്ട് ഇതിലെന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നതെങ്കിലും കൂടുതലായിട്ടില്ല. 4 പേരുടെ കഥ പറഞ്ഞു പോകുന്നതാണ്. 4 പേരുടെ കുട്ടിക്കാലം, അല്ലാതെയുള്ള അവരുടെ പ്രശ്നങ്ങളും ഫാമിലിയും ആ ഇതിലാണ്. സോ അതിൽ ഈ മൂവി കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്ങാണിത്. സോ ഞാൻ വേറെ ഒന്നും പറയാനില്ല. പ്ലീസ് ക്ലോസ് ആൻഡ് ലിസൺ. ഓക്കെ, ജസ്റ്റ് എ റിക്വസ്റ്റ് ആണേ. ഈ സീനിലില്ല, പക്ഷെ ഒരു ഇൻറ്റൻഷൻ വരുന്നുണ്ട്. കണ്ണടച്ചാലോചിക്കണം. നിങ്ങളുടെ പഴയ കാലത്ത് നടന്നു പോയിട്ടുള്ള ഓരോ കാര്യങ്ങളും, അതായത് ഈ ട്യൂണിനനുസരിച്ച് പ്രശ്നങ്ങൾ, നിന്നെ റിജക്റ്റ് ചെയ്തവർ, നിന്നെ കൂടെ ഉണ്ടായിരുന്നവർ, നിന്നെ വിട്ടുപോയവർ, നിന്നെ ഇപ്പോഴും കൂടെ ഉള്ളവർ, എല്ലാവരും ആലോചിക്കുക. ഇതിൻ്റെ കുറേ സീൻസ് ഉണ്ട് ഈ പടത്തിൽ, അത് ബെസ്റ്റാണ് കേട്ടോ. ഇനിയാണ് ടി വി കാണുന്ന നിങ്ങൾ
നിങ്ങളുടെ മകന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ അച്ഛന് വേണ്ടി. എത്ര പേര് സ്വന്തം അച്ഛനെ ആലോചിക്കുന്നു? ഇതാണ് ഈ സോങ്ങിൻ്റെ ലാസ്റ്റ് പോർഷൻ. സത്യം പറഞ്ഞാൽ അതൊരു ഹാർട്ട് ടച്ചിങ് ആയിരിക്കും. ടച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് വലിക്കും. അത് അച്ഛനും മകനുമായിട്ട് കോമ്പിനേഷൻ ഉള്ളവർക്ക് മനസ്സിലാവും. പിന്നെ പലർക്കും പ്രശ്നങ്ങളും അവരുടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ ജീവിതാവസ്ഥ എങ്ങനെയാണെന്ന്. ബട്ട് ആ ലാസ്റ്റ് 2 ലൈൻ നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര പേര് സ്വന്തം അച്ഛനെ ആലോചിച്ചിട്ടുണ്ട്? എൻ്റെ അനിയനൊക്കെ ഇത് ഫുൾ അഡിക്റ്റാണ്. എപ്പോഴും ഈ പാട്ട് തന്നെയാണ്. ലാസ്റ്റ് എന്തെങ്കിലും എലിവേഷൻസ്, ഒരു മോട്ടിവേഷനല്ല, എലിവേറ്റിങ്, സ്വന്തം കാര്യത്തിൽ എലിവേറ്റിങ് ആ ലാസ്റ്റ് 2 ലൈൻ വെച്ചിട്ടാണ്. പക്ഷേ അത് സ്വന്തം അച്ഛനെയും ആലോചിക്കുന്നതാണെന്ന് ആർക്കും അറിയില്ല. സോ ഞാൻ എത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നിങ്ങളെന്തായാലും നിങ്ങളുടെ അടുത്ത് ഒരൊറ്റ അഡ്വൈസ് എനിക്ക് പറയാനുള്ളൂ. എന്ത് വന്നാലും നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി മാത്രമേ കാണൂ, വേറെ ആരും കാണില്ല. ഫ്രണ്ട്സ് ആവട്ടെ, ബ്രദേഴ്സ് ആവട്ടെ, കസിൻസ് ആവട്ടെ, ഒരാളും കാണില്ല. സോ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ബൈ.